പരിച്ഛേദന. ഓക്കെ. അതല്ലേ ഇപ്പോഴും മുസ്ലിങ്ങൾ ആകർഷിക്കുന്നത്. അത് തീർച്ചയായിട്ടും മുസ്ലിങ്ങൾ മാത്രമല്ല, ഇസ്രായേലൈറ്റ്സും യഹൂദന്മാരും ചെയ്യുന്നു അത് തന്നെ. നമ്മുടെ ക്രിസ്ത്യൻസിന് അത് മാറ്റി അത് നിർത്തിയത്. വെരി ഗുഡ് ക്വസ്റ്റ്യൻ. നല്ലൊരു ചോദ്യമാണ്. ക്രിസ്ത്യൻസ് നിർത്തി എന്ന് പറയാം. അപ്പോസ്തല പ്രവൃത്തിയിൽ എടുത്താട്ടെ. വൈ സർക്കംസിഷൻ ഈസ് നോട്ട് ഫോർ ക്രിസ്ത്യൻസ്? ഹൂ സ്റ്റോപ്ഡ് ഇറ്റ്? വളരെ നല്ലൊരു ചോദ്യം നമ്മളുടെ ജിച്ചാന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. യഹൂദന്മാരും ഇസ്ലാമിക സഹോദരന്മാരും ഇപ്പോഴും ദൈവത്തിന്റെ കൽപ്പനയായ പരിച്ഛേദന അവരുടെ ശരീരത്തിൽ നിർവഹിക്കുന്നു. ക്രിസ്ത്യാനികൾ എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല? അതിന്റെ ഉത്തരം നമ്മൾക്ക് കാണാവുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ 15-ാം അധ്യായം. ബൈബിൾ എടുത്തോളൂ. ഇതേ ചോദ്യം അന്നുണ്ടായി. ഞാൻ വായിക്കുകയാണ്. യഹൂദിയിൽ നിന്ന് ചിലർ വന്ന്, നിങ്ങൾ മോശെ കൽപ്പിച്ച ആചാരം അനുസരിച്ച് പരിച്ഛേദന ഏൽക്കാഞ്ഞാൽ രക്ഷ പ്രാപിക്കാൻ കഴിയില്ല എന്ന് സഹോദരന്മാരെ ഉപദേശിച്ചു. അന്നത്തെ കാലത്തും പൗലോസ് ഉൾപ്പെടെയുള്ള അപ്പോസ്തലന്മാർ സുവിശേഷം പ്രസംഗിച്ചപ്പോൾ ആദ്യം ചേർന്ന് വന്നവരെല്ലാം പരിച്ഛേദന ഏറ്റവരാണ്, എന്ന് വെച്ചാൽ യഹൂദന്മാരായിരുന്നു. പക്ഷേ സുവിശേഷം വ്യാപരിച്ചു തുടങ്ങിയപ്പോൾ അനേക ജാതികൾ സുവിശേഷം കേട്ട് ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് അവർ സഭയോട് ചേർന്നു. നമുക്കൊരു കാര്യം അറിയാം. അപ്പോസ്തല പ്രവൃത്തി 2-ൽ ചേർന്നിരിക്കുന്ന 3000-ഓളം പേര് അവർ യഹൂദന്മാർ തന്നെ ആയിരുന്നു. അവരെല്ലാം പരിച്ഛേദന ഏറ്റവരാ. പിന്നീട് ചേർന്ന 5000 അവർ യഹൂദന്മാരെ പരിച്ഛേദന ഏറ്റവരാ. പക്ഷെ കൊർണേലിയോസിന്റെ കാര്യത്തിൽ വരുമ്പോൾ പരിച്ഛേദന ഏറ്റെന്ന് പറയാൻ പറ്റില്ല. കൊർണേലിയോസിന്റെ ഭവനത്തിൽ കൂടി വന്ന ജാതികൾ, അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ, അവരും പരിച്ഛേദന ഏറ്റവരായിരിക്കാൻ വഴിയില്ല. അങ്ങനെ വന്നപ്പോൾ ആദിമ സഭയിൽ തന്നെ പരിച്ഛേദനക്കാരെന്നും പരിച്ഛേദന ഏൽക്കാത്തവരെന്നും 2 ഗ്രൂപ്പ് ഉണ്ടായി. ഇതിൽ പരിച്ഛേദന ഏറ്റ ചിലർ പറഞ്ഞു, കൂടി വന്നിരിക്കുന്ന ജാതികളും പരിച്ഛേദന ഏൽക്കാതെ രക്ഷ പൂർണ്ണമാകില്ല എന്ന് പറയാൻ തുടങ്ങി. എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാലത്ത് നമ്മളിപ്പോ സംസാരിച്ചല്ലോ, ഈ ശിശുക്കളെ സ്നാനപ്പെടുത്താതെ അവർ സ്വർഗത്തിൽ പോകുകയില്ല എന്ന് പറയുന്ന പോലെ അന്ന് ചിലർ പറഞ്ഞു, പരിച്ഛേദന ഏറ്റിൽ നിങ്ങൾ സ്വർഗത്തിൽ പോകുകയില്ല. അങ്ങനെ എന്തുപറ്റി? പൗലോസും കൂട്ടരും കൂടെ ഈ ഒരു വാർത്ത എടുത്തുകൊണ്ട് യെരുശലേമില് അപ്പോസ്തലന്മാരെ അന്ന് പത്രോസും യോഹന്നാൻ യാക്കോബൊക്കെ എവിടെയാണ്? യെരുശലേമിലാണ്. യെരുശലേമിൽ ഇരുന്നുകൊണ്ടാണ് അവർ സഭയുടെ ആത്മീയവും ഭൗതികമായ ഭരണം നടത്തുന്നത്. അവരാണ് തീരുമാനങ്ങൾ കൊടുക്കേണ്ടത്. ഇത് ആദ്യകാലത്തെ കാര്യം ഞാൻ പറയുന്നത്. അവർ വന്ന് പറഞ്ഞ കാര്യമാണ്, ഇപ്രകാരം ചിലരെ യഹൂദന്മാർ വന്ന് പറയുന്നു, പരിച്ഛേദന ഏറ്റില്ലെങ്കിൽ നിങ്ങളുടെ രക്ഷ പൂർണ്ണമല്ല. അപ്പോൾ അവർ സംസാരിക്കാൻ തുടങ്ങി. അത് 15-ാം അധ്യായം മുഴുവൻ വായിക്കണം. വായിച്ചു വരുമ്പോൾ 6-ാം വാക്യത്തിലേക്ക് വരുന്നു, വേഴ്സ് 6. ഈ സംഗതിയെ കുറിച്ച് വിചാരിപ്പാൻ അപ്പോസ്തലന്മാരും മൂപ്പന്മാരും വന്നുകൂടി വളരെ തർക്കമുണ്ടായ ശേഷം പൗലോസ് എഴുന്നേറ്റ് അവരോട് പറഞ്ഞത്. അപ്പോൾ ഇതാണ് ദ സിനഹദോസ് ഓഫ് ജെറുസലേം എന്ന് പറയുന്നത്. ജെറുസലേം സിനഹദോസ് എന്ന് പറയുന്ന ക്രിസ്തീയ സഭയുടെ 1ാമത്തെ സുന്നഹദോസ് ആണ്. ആ സുന്നഹദോസ് ലീഡ് ചെയ്തത് പീറ്റർ ആയിരുന്നു. അന്നത്തെ സഭയുടെ ഇടയൻ പീറ്റർ ആയിരുന്നു. അദ്ദേഹം എഴുന്നേറ്റ് പറഞ്ഞു, സഹോദരന്മാരെ, കുറെ നാൾ മുമ്പേ ദൈവം നിങ്ങളിൽ വെച്ച് ഞാൻ മുഖാന്തരം ജാതികൾ സുവിശേഷം കേട്ടു വിശ്വസിക്കണം എന്ന് നിശ്ചയിച്ചത് നിങ്ങൾ അറിയുന്നില്ലയോ? ഈ പറയുന്നത് കൊർണേലിയോസിന്റെ ഭവനത്തിലെ കാര്യം പറയുന്നത്. അവിടെ ജാതികൾ സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ടു. ഹൃദയങ്ങളെ അറിയുന്ന ദൈവം നമുക്ക് തന്നതുപോലെ അവർക്കും പരിശുദ്ധാത്മാവിനെ കൊടുത്തുകൊണ്ട് സാക്ഷി നിന്നു. അപ്പോൾ അവരാരും പരിച്ഛേദന ഏറ്റവരല്ലായിരുന്നു. സ്വർഗത്തിലെ ദൈവം എന്ത് ചെയ്തു? അവരെ സ്നാനപ്പെടുത്തുവാൻ കൽപ്പിച്ചു. ആരെ കൽപ്പിച്ചത്? പത്രോസ്. അവരെല്ലാം സ്നാനപ്പെട്ടു. അവർക്ക് സ്നാനപ്പെടുന്നതിന് മുമ്പേ തന്നെ പരിശുദ്ധാത്മാവിനെ ദൈവം കൊടുത്തു. സ്വർഗത്തിലെ ദൈവം വിശ്വാസത്താൽ അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചതിനാൽ നമുക്കും അവർക്കും തമ്മിൽ ഒരു വ്യത്യാസവും വെച്ചിട്ടില്ല. എന്ന് വെച്ചാൽ അവരുടെ ആ ഗാഠമായ വിശ്വാസം അവരെ പൂർണ്ണമായി ശുദ്ധീകരിച്ചു. സ്വർഗത്തിലെ ദൈവം അവരെ ശുദ്ധീകരിച്ചു. നമ്മെയും ദൈവം ശുദ്ധീകരിച്ചിരിക്കുന്നു, അവരെയും ശുദ്ധീകരിച്ചിരിക്കുന്നു. ആ ശുദ്ധീകരണത്തിന്റെ അളവിൽ ഒരു കുറവുമില്ല. രണ്ടും ഒരുപോലെ തന്നെയാണ്. നാം എപ്രകാരമാണ് ഇപ്പോൾ ആയിരിക്കുന്നത് അതുപോലെ തന്നെയാണ് അവരും ആയിരിക്കുന്നത്. ആകയാൽ നമ്മുടെ പിതാക്കന്മാർക്കും നമുക്കും ചുമപ്പാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഒരു നുകം. ഓർത്തു നോക്കിയേ, നമ്മുടെ പിതാക്കന്മാർക്കും നമുക്കും ചുമപ്പാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഒരു നുകം. ഇവിടെ ഈ പരിച്ഛേദനയെ കുറിച്ച് പത്രോസ് പറയുന്നത് കേട്ടോ. പത്രോസ് ഒരു യഹൂദനാണ്. അപ്പോൾ വ്യക്തമായിട്ട് ഒരു യഹൂദന്റെ വായിൽ നിന്ന് നമ്മൾ കേൾക്കുകയാണ് അതൊരു നുകമായിരുന്നു എന്ന്. നമുക്ക് അതിലേക്ക് കൂടുതൽ ഇപ്പൊ പോകണ്ട. ശിഷ്യന്മാരുടെ കഴുത്തിൽ വെപ്പാൻ നിങ്ങൾ ഇപ്പോൾ ദൈവത്തെ പരീക്ഷിക്കുന്നത് എന്ത്? കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയാൽ രക്ഷ പ്രാപിക്കുമെന്ന് നാം വിശ്വസിക്കുന്നത് പോലെ അവരും വിശ്വസിക്കുന്നു. അപ്പോൾ ഈ പറയുന്ന അപ്പോസ്തലന്മാരും ഈ പറയുന്ന യഹൂദന്മാരും എല്ലാം രക്ഷിക്കപ്പെട്ടിരിക്കുന്ന എന്താണ്?
വിശ്വാസത്താലാണ്. ആ ജാതികളും രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് വിശ്വാസത്താലാ. എന്ന് വെച്ചാൽ പരിച്ഛേദന അവിടെ ആവശ്യമില്ല എന്ന് ഉറപ്പിക്കുക. എന്നിട്ട് ഇവരെന്ത് ചെയ്തു? അതിന്റെ ഒരു ഡിസിഷനായിട്ട് ഒരു എഴുത്തെഴുതി, ഒരു പ്രമാണം എഴുതിയിട്ട് ഈ പൗലോസിന്റെയും ശീലാസിന്റെയും കയ്യില് കൊടുത്തുവിട്ടു. അങ്ങനെ അവർ വിടവാങ്ങി അന്ത്യോക്യയിൽ ചെന്ന് ജനസമൂഹത്തെ കൂട്ടിവരുത്തി ലേഖനം കൊടുത്തു. അന്ന് അന്ത്യോക്യയിലുള്ള ഈ ജാതീയ മതങ്ങളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന ക്രിസ്ത്യാനികളെ കുറിച്ച് ഇവിടെ പറയുന്നത്. അവർ ഈ ആശ്വാസ വചനം വായിച്ച് സന്തോഷിച്ചു. അപ്പോൾ ആ കൊടുത്തിരുന്ന എന്താണ്? ഇങ്ങനെയാ ആ എഴുതി കൊടുത്തത്. 27 വാക്യം മുതൽ വായിക്കുമ്പോൾ, വേഴ്സ് 27 ഓൺവേർഡ്സ്. ആകയാൽ ഞങ്ങൾ യൂദയെയും ശീലാസിനെയും അയച്ചിരിക്കുന്നു. അവർ വാമൊഴിയായും ഇത് തന്നെ അറിയിക്കും. വിഗ്രഹാർപ്പിതം, രക്തം, ശ്വാസം മുട്ടിച്ചത്, പരസംഗം എന്നിവ വർജിക്കുന്നത് ആവശ്യമെന്നല്ലാതെ അധിക ഭാരം ഒന്നും നിങ്ങളുടെ മേൽ ചുമത്തരുതെന്ന് പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്കും തോന്നിയിരിക്കുന്നു. എന്താ എഴുതി കൊടുത്തിരിക്കുന്നത്? ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന, എന്ന് വെച്ചാൽ നമ്മളെ പോലെ, നമ്മളും ജാതികളായിരുന്നു. നമ്മൾ ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന, നമ്മൾ ഇസ്രായേലായിട്ടല്ല, നമ്മൾ യഹൂദന്മാരല്ല. ജാതികളിൽ നിന്ന് യഹൂദന്മാരല്ലാത്തവർ ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് അവർ യേശുവിനെ പിൻപറ്റുവാൻ തയ്യാറായി വരുമ്പോൾ അവർക്ക് അവരുടെ മേൽ പിതാക്കന്മാരുടെ ആ നിയമപ്രകാരമുള്ള ഒരു നുകം വെച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പരിശുദ്ധാത്മാവിന് തോന്നിയിരിക്കുന്നുവെന്ന്. എന്നുവെച്ചാൽ പരിശുദ്ധാത്മാവ് പറയുകയാണ്, അവരെ പരിച്ഛേദന കഴിക്കേണ്ട, അവർ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, അവരുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു, അവർ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെയാണ് നമ്മളും. നമ്മൾ വിശ്വാസം മൂലം കർത്താവ് യേശു ക്രിസ്തുവിൽ രക്ഷിക്കപ്പെട്ടതിനാൽ നമ്മളുടെ വിശ്വാസം മൂലം കർത്താവ് നമ്മളെ നീതീകരിച്ചിരിക്കുന്നു. പരിച്ഛേദനയുടെ ആവശ്യമില്ല. ഇതാണ് അപ്പോസ്തലന്മാർ കൊടുത്തതായ ഉപദേശം. ആ ഉപദേശം കാരണമാണ് ക്രിസ്തീയ സമൂഹങ്ങളില് പരിച്ഛേദന ഇല്ല എന്നുള്ളത്. മനസ്സിലായിച്ചാ? വെരി ഗുഡ് ക്വസ്റ്റ്യൻ. നല്ലൊരു ചോദ്യമാണ് അച്ഛൻ ചോദിച്ചത്. ഇത്രയും നമ്മൾ കേട്ടു നിൽക്കുമ്പോഴും ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് നമുക്ക് കൂടുതൽ വിശുദ്ധ വചനത്തിൽ നിന്ന് കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ നമ്മളെ ഇടയാക്കുന്നത്.